കത്തിച്ചു പോയി വണ്ടി കത്തിച്ചു പോയി. അപ്പോൾ വീരപ്പൻ ഉണ്ടായിരുന്ന സമയത്താണ് ഈ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു ഹീറോയാണ് ഇവിടുത്തെ. അയാൾക്ക് കള്ളക്കെടുത്ത് സ്വർണ്ണം പിന്നെ എന്താ ചെയ്തു കൊടുത്തത്? അതിൻ്റെ കോപ്പി വരെ ഉണ്ട് എൻ്റെ കയ്യിൽ. പിണറായി വിജയനൊക്കെ ചീത്ത പറയാന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. പിറ്റേ ദിവസം വലിയൊരു വാർത്ത വന്ന് കാണുമായിരിക്കും. അത് ആ പാർട്ടിക്കാരെ എന്നെ കൊടുത്തു, മന്ത്രി വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞു. എല്ലാവർക്കും AK ഇന്ത്യ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വിശിഷ്ട വ്യക്തിയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരുടെ, വിവിധ മന്ത്രിമാരുടെ കൂടെ ഏറ്റവും അധികം പ്രവർത്തിച്ച, ജോലി ചെയ്ത ഒരു വ്യക്തി, ഒരു തിരുവനന്തപുരത്തുകാരൻ. അത് ബാലു V ആണ്. അദ്ദേഹത്തെയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമസ്കാരം ബാലു V. എങ്ങനെയാണ് ഈ മന്ത്രിമാരുടെ കൂട്ടത്തിലേക്ക് എത്തപ്പെട്ടത്? ഞാൻ ആദ്യം DCCയുടെ ഓഫീസിൽ, തിരുവനന്തപുരം DCCയിൽ അന്ന് കാവ്യാർ ദിവാരപ്പണിക്കർ സാറായിരുന്നു DCC പ്രസിഡൻ്റായിരുന്നു. അന്ന് 3 ജില്ലയിൽ വണ്ടി കൊടുത്തായിരുന്നു. 3 വണ്ടിയിൽ ജില്ല കൊടുത്തതിൽ ഒന്ന് എറണാകുളം, ഒന്ന് തിരുവനന്തപുരം, ഒന്ന് കോഴിക്കോട്. അങ്ങനെ DCCയിലേക്ക് എന്നെ ഡ്രൈവറാക്കി. അങ്ങനെ DCCയുടെ ആ കാലം കഴിഞ്ഞപ്പോൾ എന്നെ പിന്നെ അപ്പം VS സുധീരൻ സാർ മന്ത്രിയായിട്ട് വന്നു. അപ്പോൾ പിന്നെ ഒരു കാര്യം, അപ്പോൾ എത്ര മന്ത്രിമാരുടെ കൂടെ താങ്കൾ പ്രവർത്തിച്ചിട്ടുണ്ട്? ആദ്യമായിട്ട് വന്നത് VS സുധീരൻ സാറിൻ്റെ കൂടെയാണ്. അങ്ങനെ എത്ര മന്ത്രിമാർ? അങ്ങനെ ഇപ്പം അവസാനം റബ്ബ് വരെ നിന്നു. അതെ, അപ്പോൾ ഓരോരുത്തരുടെ പേരെടുത്തെന്ന് പറയുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഞാൻ ആദ്യം VS സുധീരൻ സാറായിരുന്നു, രണ്ടാമത് ET ഷൺമുഖ സാറായിരുന്നു, മൂന്നാമത് നാലകത്ത് സൂപ്പിയായിരുന്നു. നാലകത്ത് സൂപ്പി ഷൺമുഖ സാറിൻ്റെ കാലത്ത് തന്നെ ഇങ്ങേര് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മന്ത്രിസഭ സ്പ്ലിറ്റ് ചെയ്ത സമയത്ത് VC കബീർ മന്ത്രിയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സൂപ്പി സാർ മന്ത്രിസ്ഥാനം എടുത്ത്, പിന്നെ ET മുഹമ്മദ് ബഷീർ വന്നു, പിന്നെ അവസാനം റബ്ബ് വന്നു. റബ്ബിൻ്റെ കൂടെ വർക്ക് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്തത്? ഡ്രൈവറായിട്ട് തന്നെ പോയത്. എങ്ങനെയാണ് ഈ ഡ്രൈവറായിട്ട് ഇവരൊക്കെ ഒപ്പം പ്രവർത്തിക്കാൻ അവസരം? എൻ്റെ അച്ഛന് KSRTCയിൽ വെഹിക്കിൾ സൂപ്പർവൈസറായിരുന്നു. എൻ്റെ അച്ഛനാണ് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. അങ്ങനെ ഞാൻ നമ്മുടെ നന്തങ്കോട് മുക്കിൽ ഞാൻ കോൺഗ്രസ് പാർട്ടിയായിട്ട് നിന്നപ്പോൾ എന്നോട് പറഞ്ഞു, നിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അന്ന് INTCയുടെ ചെയർമാൻ ഉണ്ടായിരുന്നു, അപ്പോൾ അവരെന്നെ അങ്ങനെ ആക്കി തന്നതാണ്. അങ്ങനെ ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വഴി കയറി ഇവരോടേക്ക് അങ്ങ് ആയി. ആദ്യം ആരുടെ കൂടെ എത്തപ്പെട്ടത്? ആദ്യം VS സുധീരൻ സാറായിരുന്നു. VM സുധീരൻ. VS സുധീരൻ്റെ അടുത്ത് എങ്ങനെയാണ് എത്തപ്പെട്ടത്? അതിനെപ്പറ്റി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വഴി. അപ്പോൾ ആരോഗ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അപ്പോഴാണ് VS സുധീരൻ സാറിൻ്റെ ഓഫീസിൽ ഒരാളെ ഡ്രൈവർ വേക്കൻസി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ അന്നിരുന്ന നരേന്ദ്രൻ നായരായിരുന്നു പോസ്റ്റ് ചെയ്ത് തന്നെ. അപ്പം നരേന്ദ്രൻ നായർ പോസ്റ്റ് ചെയ്ത് പിന്നെ ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ തുടർന്ന് പറഞ്ഞു. ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അങ്ങനെ VM സുധീരൻ്റെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ അന്ന് ഞാൻ പിന്നെ ഷൺമുഖ സാറുമായുമ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർ VK രാജനായിരുന്നു. VK രാജന് പിന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പേപ്പട്ടി വിഷയങ്ങളൊക്കെ ഉണ്ടായി, മാറിപ്പോയി. അന്ന് ഡയറക്ടർ ആരോഗ്യ വകുപ്പായിരുന്നു, VK രാജനായിരുന്നു. പിന്നെ ഞാൻ ഈ മന്ത്രിമാരോടൊക്കെ, അപ്പം അന്ന് എൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു, പുള്ളിയാണ് എന്നെ നയിച്ചു നിൽക്കുന്നത്. ആണ് എല്ലാവരും എത്തിച്ചത്? അല്ല, എൻ്റെ റസാഖ് സാറാണ്. റസാഖ് സാർ എന്ന് പറഞ്ഞാൽ PS ആയിരുന്നു. റസാഖ് സാർ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി ആയിരുന്നു, അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സാറ് ആദ്യം നേരെ AK ആൻ്റണി സാറിൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നതാണ്. അല്ല, മന്ത്രിയായിരുന്നു, മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു റസാഖ് സാറ്. അപ്പോൾ റസാഖ് സാറിൻ്റെ കാലം ഇപ്പോഴാണ് കുറച്ച് കഴിഞ്ഞത്. ഏറ്റവും കൂടുതൽ കാലം റസാഖ് സാർ തന്നെ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയത്, ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയുടെ ഡ്രൈവറായിട്ടിരുന്നത് ഞാൻ ആണല്ലേ? മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരുന്ന ഏറ്റവും കൂടുതൽ റസാഖ് സാറാണ്. ഏറ്റവും കൂടുതൽ മന്ത്രിമാരുടെ ഡ്രൈവറായിട്ടിരുന്നത് ബാലുവാണ്. അപ്പോൾ റസാഖ് സാറാണ് എന്നെ നയിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ആണല്ലേ? ഇപ്പോൾ സാറ് പോയി. ഈ തുടക്കം മുതലേ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നോ? ജനിച്ചതും വളർന്നതുമല്ല? എല്ലാം തിരുവനന്തപുരത്ത്. ആണല്ലേ? തിരുവനന്തപുരത്ത് എവിടെയാ സ്വദേശമൊക്കെ? നന്തങ്കോട്. ആണോ? നന്തങ്കോട് വയ്യാമറ ജംഗ്ഷൻ ബെസ്റ്റ് ക്ലബ്ബ് ഗാർഡൻസാണ്. ഈ ഓരോരുത്തരുടെയും കൂടെ പ്രവർത്തിച്ചപ്പോൾ ഇപ്പം VM സുധീറിൻ്റെ കൂടെ പ്രവർത്തിച്ചു, നാലകത്ത് സൂപ്പി സാറിൻ്റെ കൂടെ പഠിച്ചു, അബ്ദുൾ റബ്ബിൻ്റെ കൂടെ പ്രവർത്തിച്ചു, AC ഷൺമുഖദാസിൻ്റെ കൂടെ പ്രവർത്തിച്ചു, പിന്നെ ഒരാളുടെ കൂടെ ഉണ്ടല്ലോ, ET മുഹമ്മദ് ബഷീർ മന്ത്രിയുടെ കൂടെ പ്രവർത്തിച്ചു. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ പ്രവർത്തിച്ചപ്പോഴുള്ള അനുഭവങ്ങളൊന്ന് പങ്കുകൊടുക്കുക. എങ്ങനെയാണ് എനിക്ക് ഇവരാരും എന്നോട് ഒന്നും പറഞ്ഞില്ല. എൻ്റെ അടുത്ത് ഏറ്റവും വലിയ സന്തോഷവും സ്നേഹമുള്ളവരായിരുന്നു സൂപ്പി സാറ്, ഷൺമുഖ സാറ്. എപ്പോഴും എന്നെ കാണാതെ ഇരിക്കില്ലായിരുന്നു. ഞാനിപ്പോൾ ഷൺമുഖ സാറിൻ്റെ വീട്ടിലൊക്കെ എപ്പോഴും ബന്ധപ്പെടാറുള്ള ഒരാളാണ്.
എൻ്റെ നാലകത്ത് പെരിന്തൽമണ്ണയിൽ ഞാൻ എപ്പോഴും പോവാറുള്ളൊരു വ്യക്തിയാണ്. സാറിൻ്റെ വൈഫ് മരിച്ചതിന് ശേഷം ഞാൻ അങ്ങോട്ടൊന്നും പോവാറില്ല. അപ്പം എനിക്ക് തിരുവനന്തപുരം ആയതുകൊണ്ട് സാറൊക്കെ എന്നെ കിട്ടിയാൽ സ്വന്തമായിട്ട് നോക്കിക്കോളും. പക്ഷേ ഇത് തിരുവനന്തപുരം ആയതുകൊണ്ട് പോകാൻ പറ്റില്ല. എൻ്റെ വീടൊക്കെ ഒരു ചെറിയൊരു പ്രശ്നത്തിൽ കിടക്കുന്നുണ്ട്. എനിക്ക് തിരുവനന്തപുരം വിട്ട് പോകാൻ കഴിയില്ല. എൻ്റെ അമ്മയും അച്ഛനൊക്കെ മരിച്ചുപോയി. എൻ്റെ അച്ഛൻ KSRTCയിൽ ഏറ്റവും നല്ലൊരു വെഹിക്കിൾ സൂപ്പറായിട്ട് റിട്ടയർഡായ ഒരാളാണ്. അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ അങ്ങനെ കരണം ചെയ്ത് പോകുന്നു. എങ്ങനെ ഈ മുസ്ലിം ലീഗുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകാൻ കാരണം ഇവിടെ ഇവരെല്ലാം കൂടുതലും വരും. ഇപ്പോൾ VS സുധീരൻ ഒഴിച്ച്, ഇപ്പോൾ AC ഷൺമുഖത ഒഴിച്ച് ബാക്കിയുള്ളവർ 3 പേരും റസാ സാറാ നയിച്ചത് തന്നെ. ഈ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന റസാഖ് സാറാണ്. റസാ സാറ് എവിടെ ഇരുന്നാലും എന്നെ വിളിച്ചോണ്ട് പോകും. അതിന് അത്രയ്ക്കൊരു വിശ്വാസം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ടായിരുന്നു. അതെന്താണ് കാരണം? അല്ല, എൻ്റെ സ്വഭാവവും എൻ്റെ ആ ശൈലിയൊക്കെ കണ്ട പുള്ളി അങ്ങനെ കൊണ്ടുപോയതാണ്. കുഴപ്പമൊന്നുമില്ല. ഞാനപ്പോൾ സാറിന് അറിയാം. സാറിൻ്റെ 2 മക്കളെ ഞാൻ സ്കൂളിലൊക്കെ കൊണ്ട് വിടാറുള്ളൂ. അപ്പം അത്രയും സ്നേഹം എന്നോടുണ്ട് റസാഖ് സാറിന്. അങ്ങനെ സാറ് വരുന്ന സാർ ഇപ്പോഴും വരാനായിട്ടിരുന്നതാ. സാറ് മരിച്ചുപോയി. റസാഖ് സാർ മരിച്ചുപോയി. അപ്പം റസാഖ് സാറിലൂടെയാണ് ഈ മന്ത്രിമാരിലേക്ക് എത്തപ്പെട്ടത് അല്ലേ? ഈ യാത്രകളിലൊക്കെ ഇവരുടെ ഓരോരുത്തർ ഇപ്പോൾ VM സുധീരനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ബാർ കോഴ വിഷയത്തിലൊക്കെ ഒത്തിരി നിലപാടുകൾ എടുത്ത വ്യക്തിയാണ്. ഉമ്മൻചാണ്ടി സാറിന് ഒത്തിരി തലവേദന, അന്ന് KPCC പ്രസിഡന്റൊക്കെ ആയിട്ടിരുന്ന വ്യക്തിയാണ്. ഒരുപാട് തലവേദന സൃഷ്ടിച്ച വ്യക്തിയാണ്. VM സുധീരനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതിയാണ്. അദ്ദേഹം പരിക്കനാണെന്ന് തോന്നിയിട്ടുണ്ടോ? എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു? ഇല്ല, പുള്ളി ഒരു നല്ല എല്ലാവരോടും നല്ല നല്ല നീറ്റായിട്ട് പെരുമാറുന്നു. പിന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ പോയി തലയിടേണ്ട കാര്യമില്ല. അവരുടെ കാര്യങ്ങൾ നടക്കട്ടെ. പക്ഷെ നമ്മളെ കൂടെ നിർത്തിയിരിക്കുന്ന ഒരു ഇല്ലേ, നമുക്ക് പുള്ളി പറയാൻ പറ്റില്ലല്ലോ മോശമായിട്ടൊന്നും. എന്നെ വിശ്വസിച്ചല്ലേ നിർത്തുന്നു. അപ്പം എന്നെ മാറ്റി നിർത്താൻ പറയൂ. എന്നെ പുള്ളി കൂടെ നിർത്തി. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല, VS സുധീരൻ എങ്ങനെയാണ് മന്ത്രി ഉള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ അടുത്ത് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ആ ഒരു വ്യക്തി എന്നുള്ള സ്വഭാവ രീതി എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. എന്നെ കിട്ടിയപ്പോഴേ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പുള്ളി പറഞ്ഞു, ഇത്രയും നല്ലൊരു ഡ്രൈവറെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരിക്കലും ഇങ്ങനെ സൂപ്പി സാറ് മന്ത്രിയായിട്ട് സൂപ്പി സാറ് അങ്ങനെ ഈ ട്രീറ്റ്മെൻറ്റ് പോയ സമയത്ത് പിന്നെ അന്നേരം പുള്ളി തിരുവനന്തപുരത്ത് ഇവിടെ വന്നായിരുന്നല്ലോ. അപ്പം പുള്ളി എന്നോട് കാസർഗോഡ് വന്നിട്ട് ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്ന് വണ്ടിയെടുത്ത് പുള്ളി ട്രെയിനിലാണ് വന്നത്. ഞാനിവിടെ തിരുവനന്തപുരത്തെത്തി. പുള്ളി 6 മണിയായാലും തിരുവനന്തപുരത്ത് എത്തിയില്ല. അപ്പോൾ എന്നോട് സൂപ്പി സാറ് പറഞ്ഞു, നീ ആ ഡ്രൈവറെന്ന്. ഞാൻ എന്നിട്ട് സൂപ്പി സാറിൻ്റെ ML ഹോസ്റ്റലിലാണ് കിടന്നത്. എന്നിട്ട് ഞാൻ എത്തിയത് 3:30 മണിക്ക് എത്തി. പെരിന്തൽമണ്ണയിൽ നിന്ന് വണ്ടി ഓടിച്ച്. ഇത്രയും നല്ല സ്പീഡിലാണ് വണ്ടി ഓടിച്ചത്. അപ്പോൾ അതൊരു അവാർഡായിട്ട് തോന്നി അല്ലേ? അപ്പോൾ അതായത് ട്രെയിനിൽ കയറിയ നാലകത്ത് സൂപ്പി മന്ത്രി സാറ് 6 മണിയായപ്പോൾ ഇവിടെ എത്തിയത്. ഞാൻ 3 മണിക്ക് ഇവിടെ എത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീയാണ് ഡ്രൈവർ എന്ന് പറഞ്ഞു. അപ്പം അത് വലിയൊരു അംഗീകാരമായിട്ട് ഞാനിപ്പോൾ ചെന്നാലും എന്നെ അവിടെ പെരിന്തൽമണ്ണയെ കൊണ്ടാലും എന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ട് സാറാ വിടാറുള്ളത്. മന്ത്രി നേരിട്ട് തന്നെ ഇപ്പോഴായാലും നേരിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വിടും അല്ലേ? ഞാൻ സൂപ്പി സാറിൻ്റെ വൈഫായിട്ട് നമ്മുടെ ചിറക്കുള അബ്ദുള്ളയുടെ മോൻ്റെ കല്യാണത്തിന് പോയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാസർഗോഡ് വണ്ടി ഓടിച്ച് നല്ല സ്പീഡിൽ പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ വെച്ച് വഴി തെറ്റിപ്പോയി. അപ്പോൾ ഊട്ടി 2 കിലോമീറ്ററാണ്. അപ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞു, വണ്ടി ഇനി അങ്ങോട്ട് ഓടിക്കരുത് കേട്ടാ, ആര് കണ്ടാലും കയറ്റി ഇറക്കിക്കളയാൻ പറഞ്ഞു. പക്ഷെ അന്ന് വീരപ്പൻ്റെ നാടായിരുന്നു. വീരപ്പൻ വണ്ടി എടുത്ത് കൊക്കയും മറക്കി. സാർ ഞാൻ കയറ്റി ഇറക്കുമെന്ന് പറഞ്ഞു. ഞാൻ കത്തിച്ചു പോയി. വണ്ടി കത്തിച്ചു പോയി. അപ്പോൾ വീരപ്പൻ ഉണ്ടായിരുന്ന സമയത്താണ് ഈ വണ്ടി ഓടിക്കുന്നത്. ഓക്കെ. അപ്പം നാലകത്ത് സൂപ്പി സാറിന്റെ വൈഫ് പറഞ്ഞു അല്ലക്കൂടെ വേണ്ട. അപ്പോൾ ആ പുള്ളിക്കാരിയാണ് പറയുന്നത് വീരപ്പന്റെ നാട്ടിൽ കൂടെയാണ് പോകുന്നതെന്നല്ലേ? അതൊരു വലിയൊരു അനുഭവമായിരുന്നു. അല്ലെങ്കിൽ വണ്ടി കൊക്കെ എടുത്തിട്ട് വരും എല്ലാവരും കൂടെ അടിച്ചിരുന്നു, വീരപ്പന്റെ ആൾക്കാരെല്ലാം കൂടെ. അപ്പം അങ്ങനെ സാർ അങ്ങനെ ചെയ്ത് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ചിറക്കുള അബ്ദുള്ളൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ അന്നാണ് നമ്മൾ കാസർഗോഡ് പോയിട്ട് തിരിച്ചു വരുന്നത്. എവിടെ വെച്ച് വഴി തെറ്റിപ്പോയി, വണ്ടിയും കയറിയും പോയി. അങ്ങനെ ഞാൻ നോക്കിയാൽ ഊട്ടി 2 കിലോമീറ്ററേ ഉള്ളൂ. അതുകൊണ്ട് സാറ് പറഞ്ഞു, ചേച്ചി പറഞ്ഞു, ബാലു ഇനി വണ്ടി നിർത്താം, ആര് കൈ കാണിച്ചാലും വണ്ടി നിർത്തരുതെന്ന്. ഒന്നെങ്കിൽ ഇടിച്ചു കളയും, അല്ല പിന്നെ മാർഗമൊന്നുമില്ല. അല്ലെങ്കിൽ എല്ലാം നമ്മളെല്ലാം കൊല്ലുപോരും. ഞാനും സൂപ്പി സാറിൻ്റെ മോളും മാത്രമേ ഉള്ളൂ, ഭാര്യയും മോളും മാത്രമേ ഉള്ളൂ. 3 പേരെ വണ്ടി വിൽക്കത്തുള്ളൂ. അങ്ങനെ ചവിട്ടിയും വിട്ടു. എല്ലാവർക്കും എന്നെ അറിയാം, നന്നായിട്ട് അറിയാം. ET മുഹമ്മദ് ബഷീറുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? സാറ് മന്ത്രിയായിട്ട് വന്ന സമയത്ത് എൻ്റെ റസാഖ് സാറാ എന്നെ അതിനകത്ത് കൊണ്ടുവരുന്നത്. റസാഖ് സാറ് കൊണ്ടുവന്ന് സാറിൻ്റെ കൂടെ തന്നെ അങ്ങ് നിർത്തും. അവർക്കെല്ലാം എനിക്ക് നല്ലതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ നല്ല അടുപ്പമുള്ളത് ഷൺമുഖ സാറ് സൂപ്പി സാറും ഒക്കെ ആയിട്ടാണ് നല്ല അടുപ്പമുള്ളത്. ഷൺമുഖ സാറ് സൂപ്പി സാറ് എന്നെ കളയില്ല, അതിപ്പോഴും കളയില്ല. എനിക്ക് നല്ല ധൈര്യമുണ്ട്.
ഞാൻ വിളിച്ചാൽ എപ്പോഴും വരും. ഈ ഷൺമുഖദാസ് സാറിനെ പറ്റി ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു അനുഭവം പറയാൻ പറ്റുമോ? അദ്ദേഹം ഒരിക്കൽ വണ്ടിയിൽ നിന്ന് മാറാൻ പറഞ്ഞു എന്നൊക്കെ എന്നോട് ഒരു ദിവസം പറഞ്ഞല്ലോ. അതിനെപ്പറ്റിയുള്ള ഇദ്ദേഹം അല്ല ഷൺമുഖ സാറ് ഞാനും കൂടെ ആയിട്ട് നിങ്ങൾ ഷൺമുഖ സാറിൻ്റെ മോള് മദ്രാസിലുണ്ടായിരുന്നു. മദ്രാസിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വരികയായിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് പുള്ളി നമ്മുടെ കളീക്കുളയിൽ നമ്മുടെ ഹോസ്പിറ്റലുണ്ട്, മെഡിക്കൽ കോളേജ്, നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. പുള്ളി പോയി OP ടിക്കറ്റ് എടുക്കാൻ നടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞു. വണ്ടി അവിടെ ഇടരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കൺമാനും വണ്ടിയിലങ്ങ് മാറിപ്പോയി. പുള്ളി പോയി നടന്നു പോയി OP ടിക്കറ്റ് എഴുതി. OP ടിക്കറ്റ് എഴുതി പുള്ളി തന്നെ സ്വന്തമായിട്ട് ഡോക്ടറെ കാണിക്കുക. അപ്പോൾ അവിടെ നിന്ന് ഒരു അറ്റൻഡർ വന്ന് പറഞ്ഞു മാറി നിൽക്കാൻ പറഞ്ഞു. പുള്ളി മന്ത്രിയാണെന്ന് അറിയില്ല. അപ്പം സാറ് അങ്ങനെ നിന്ന് കയറി നിന്ന് ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ ചോദിച്ചു പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പുള്ളി പറഞ്ഞു ഞാൻ AC ഷൺമുഖ സാർ. അയ്യോ സാറ് ഞാൻ മന്ത്രിയാണെന്ന് അറിയില്ല. ഷൺമുഖ സാറ് നേരിട്ട് ഓപ്പണായിട്ട് OP ടിക്കറ്റ് എഴുതിയ വ്യക്തിയാണ്. അപ്പം ആ ഡോക്ടർ ഷൺമുഖ സാറിൻ്റെ കാലിൽ വീഴുന്ന് നമസ്കരിക്കുക ഞാൻ കാണുന്നത്. ഒരു മന്ത്രിയാ. അവിടെ നിൽക്കുന്ന നേഴ്സിനറിയില്ല, അവിടെ നിൽക്കുന്ന അറ്റൻഡർക്ക് അറിയില്ല. ഇപ്പം ഇന്നത്തെ മന്ത്രിമാരെ പറ്റി നമുക്കങ്ങ് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം അല്ലേ? അത് ഒട്ടും പറ്റത്തില്ല. ഇന്നത്തെ മന്ത്രിമാരൊന്നും അങ്ങനത്തെ ആ ഒരു മന്ത്രിയല്ല. കാരണം ഒരു OP ടിക്കറ്റ് പോയി എടുക്കുക, ഡയറക്റ്റ് മന്ത്രിമാരൊന്നും എടുക്കില്ല. എടുക്കില്ല. ആരെങ്കിലും പോയി എടുത്തു കൊടുക്കണം, അപ്പോഴും ഒരു ഫ്രീ ആയിട്ട് കാണിക്കും. ഷൺമുഖ സാർ അങ്ങനെയല്ല. ഏത് എന്തായാലും സ്വന്തമായിട്ട് ഇറങ്ങിപ്പോയി നടന്ന് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതാണ് മന്ത്രി. അത് ഷൺമുഖ സാറിൻ്റെ മോളൊക്കെ ഇന്ന് നല്ല ഹോസ്പിറ്റലിലൊക്കെ ഇട്ടുണ്ട്. കോഴിക്കോട് ഉണ്ട്. സാറിൻ്റെ മോൻ DMയാണ്. അറിയാം ഷൺമുഖ സാർ എന്ന് പറഞ്ഞൊരു പ്രത്യേക രീതിയാണ്. ഏത് ഹോസ്പിറ്റലിൻ്റെ നടയിൽ ചെന്നാലും പുള്ളി നടന്നേ പോകുള്ളൂ. തിരുവനന്തപുരം നമ്മുടെ മെഡിക്കൽ കോളേജിനകത്ത് തന്നെ കയറിയിട്ടുണ്ടല്ലോ പുള്ളി. രാത്രി 2 മണിക്ക് ഒരു ഗാർഡും ഇല്ല, ഒന്നുമില്ല. അവിടെ ചെന്നപ്പോൾ സൂപ്രണ്ടില്ല, RMA ഒന്നുമില്ല, ആരുമില്ല. വിജിലം. അദ്ദേഹം സ്വയം വണ്ടി ഓടിക്കുമായിരുന്നു. സ്വയം വണ്ടി ഓടിക്കുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ പത്തനംതിട്ടയിൽ പോയായിരുന്നു. പത്തനംതിട്ട ഇപ്പോൾ അവിടെ ഡിസ്പെൻസറി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ ഞാൻ സാറ് വണ്ടി മുകളിലോട്ട് കയറില്ല. അപ്പോൾ എന്നോട് സാറ് പറഞ്ഞു നീ ഇങ്ങോട്ട് മാറിയിരിക്കുന്നു പറഞ്ഞു. എന്നോട് എത്ര ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. മാറിയിരിക്കാൻ പറഞ്ഞു. പുള്ളി ഇവിടെ തന്നെ കയറിയിരുന്നു വണ്ടി ഓടിച്ച വണ്ടിയുടെ ക്രാങ്കേസ് ഇടിച്ച് തറയിൽ ഓയിൽ പൊട്ടിപ്പോയി. അപ്പോൾ വന്നിട്ട് അവിടെ നിന്നിട്ട് പോലീസുകാർ പറഞ്ഞ് സാറേ വണ്ടി ഇനി പോകില്ല, എന്താ ചെയ്യാൻ? അപ്പോൾ സാറ് പറഞ്ഞു എൻ്റെ ഡ്രൈവറെ തിരുവനന്തപുരത്താക്കണമെന്ന്. പിറ്റേ ദിവസം വലിയൊരു വാർത്ത വന്ന് കാണുമായിരിക്കും. അത് ആ പാർട്ടിക്കാർ എന്നെ കൊടുത്തു, മന്ത്രി വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞു. മന്ത്രി വണ്ടി ഓടിക്കുന്നു പറഞ്ഞ് വലിയൊരു വാർത്ത വന്നു. അപ്പോൾ അപ്പോഴും പുള്ളി പറഞ്ഞത് എൻ്റെ ഡ്രൈവറെ തിരുവനന്തപുരത്ത്. അത്രയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് മന്ത്രി ഉണ്ടായിരുന്നു അല്ലേ? എനിക്ക് എല്ലാവരോടും അങ്ങനെ, ഞാൻ എല്ലാവരോടും അങ്ങനെ പെരുമാറാറുള്ളത്. എനിക്ക് എൻ്റെ സ്റ്റൈലും ഉണ്ടല്ലോ. പിന്നെ എന്നെ റസാ സാറ് തന്നെ ഇപ്പം ഈ ഗവൺമെൻറ്റിലേക്ക് ഇരുത്തിയിട്ട് എന്നെ ഈ കഴിഞ്ഞ 9 വർഷമായപ്പം ഈ ഞാൻ അന്ന് സൂപ്പി സാറിൻ്റെ കാലത്ത് സീമേറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങുന്നത്. അപ്പോൾ അവിടെ എന്നെ അവിടെ കയറ്റിയിട്ട് ഈ പിണറായി വിജയൻ്റെ ആദ്യത്തെ 10 വർഷത്തിലെ ഭരണത്തിന് എന്നെ 9 വർഷം എടുത്ത് പുറത്ത് കളഞ്ഞു. ഞാൻ കേട്ട് സാറേ എന്തിനാ എന്നെ എടുത്ത് കളയുന്നതെന്ന് കേട്ട്. ഞാൻ ഈ സ്ഥാപനം ഉണ്ടാക്കിയത് ഞാനാണ്. അന്നത്തെ മന്ത്രി സൂപ്പി സാറാണ്. അപ്പോൾ ഉടൻ തന്നെ പുള്ളി പറഞ്ഞു കോൺഗ്രസ്സുകാരനൊന്നും ഇവിടെ വേണ്ട. പിണറായി വിജയൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ പോയി കണ്ടു. ശിവൻകുട്ടിയുടെ ഓഫീസിൽ ഒരു PS ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു കോൺഗ്രസ്സുകാരന്മാരെയൊന്നും ഇവിടെ എടുക്കില്ല. അപ്പം ഞാൻ എന്നിട്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ കത്ത് കൊടുത്തു. ഉമ്മൻചാണ്ടി സാറിൻ്റെ കത്ത്, ഉമ്മൻചാണ്ടി എന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രി അല്ലല്ലോടാ, എന്നോട് അങ്ങനെ പറഞ്ഞതാ. ആരാണ്? പിണറായി വിജയൻ. ശിവൻകുട്ടിയുടെ ഓഫീസിലെ PS പറഞ്ഞു ഉമ്മൻചാണ്ടി ഒന്നും മുഖ്യമന്ത്രി അല്ലടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാർ ഞാൻ തിരിച്ചു പോവുകയെന്ന് പറഞ്ഞു. എന്നിട്ട് രണ്ടാമത് ശശി തരൂരിൻ്റെ കത്ത് കൊടുത്തു. ശശി തരൂർ അവിടെ MP അല്ലേ, കേന്ദ്രത്തില്ലേ, ഇവിടെ അവൻ എന്തൊരു കാര്യം. അതേ പക്ഷേ ഞാൻ രണ്ടാമത് VD സതീഷ് സാറിൻ്റെ കത്ത് കൊടുത്തു. VD സതീശൻ സാർ ഇനി പ്രതിപക്ഷമാവോ ഭരണപക്ഷമാവോ നിനക്ക് വല്ല ഉറപ്പുണ്ടോ? അന്നും പറഞ്ഞ കത്ത് എൻ്റെ ഇരിപ്പുണ്ട്, എന്നെ എടുത്തിട്ടില്ല. പക്ഷെ തിരുവനന്തപുരത്ത് ഗവൺമെൻറ് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് എന്നെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നടപ്പാക്കിയിട്ടില്ല. അതിൻ്റെ ഓർഡറൊക്കെ എൻ്റെ കയ്യിലുണ്ട്.
അത് നമ്മൾ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ആയതുകൊണ്ടാണ്, കോൺഗ്രസ്സുകാരനായതുകൊണ്ട് തന്നെ. ഈ ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? പിണറായി വിജയന്റെ ശത്രുവായിരുന്നു, പിണറായി വിജയൻ്റെ ശത്രുവാണ്. കണ്ണിലെ കരടായിരുന്നു. പിണറായി വിജയൻ അന്ന് ഞാനിരിക്കുന്ന സമയത്ത് EK നായർ മന്ത്രിസഭയായിരുന്നു. അന്നാണ് പിണറായി വിജയനെ ഇലക്ട്രിസിറ്റി ബോർഡ് മന്ത്രിസ്ഥാനത്ത് രാജിവെച്ചിപ്പിച്ചിട്ട് പാർട്ടി സെക്രട്ടറി ആയിട്ട് വിട്ടത്. അതിൽ എന്നോട് ഭയങ്കര ശത്രുത ഉണ്ടായിരുന്നു അയാൾക്ക്. എൻ്റെ EK നായർ സാർ ഉണ്ടെങ്കിൽ എനിക്കങ്ങനെ ഒന്നും വരില്ലായിരുന്നു. അപ്പോൾ EK നായരുടെ മന്ത്രിസഭയുടെ കാലത്താണ് പിണറായി വിജയനെ അവിടുന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണത്. അങ്ങനെ പാർട്ടി സെക്രട്ടറി ആയത്. പിന്നെ ആൾ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മന്ത്രിയായത്. EK നായനൊക്കെ മരിച്ചുപോയില്ലേ, VS അച്യുതാനന്ദൻ മരിച്ചുപോയില്ലേ. അച്യുതാനന്ദൻ സാറൊന്നും അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, ഒരാളെ വ്യക്തിപരമായിട്ട് ഏകോപം ചെയ്യുന്ന ഒരാളല്ല അച്യുതാനന്ദൻ സാറൊക്കെ. പക്ഷെ പിണറായി അങ്ങനെ ചെയ്തു. അതാണ് എനിക്ക്. പിണറായി വിജയൻ തടയുവല്ലോ ചെയ്തിട്ടുണ്ടോ? തടഞ്ഞിട്ടുണ്ട്, ഞാൻ തടഞ്ഞിട്ടുണ്ട്. ഞാൻ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. എന്ത് കാരണം കൊണ്ട്? അത് എൻ്റെ ജോലിയിൽ നിന്ന് എന്നെ പിരിച്ചു വിട്ടതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്തിനാ പോകുന്നതെന്ന്, നീ സ്വർണം കടത്താനാണോ പോകണമെന്ന്. അത് ചോദിച്ചപ്പോൾ എൻ്റെ പത്ര കോപ്പിയൊക്കെ എൻ്റെ ഇട്ടിട്ടുണ്ട്. അയാൾക്ക് കള്ളക്കെടുത്ത് സ്വർണ്ണം കെടുത്തുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്താ ചെയ്തു കൊടുത്തത്? അതിൻ്റെ കോപ്പി വരെ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ എന്നെ മനഃപൂർവ്വം തേവും. ഞാൻ നട റോഡിൽ നിന്ന് തന്നെ തടഞ്ഞത്. അപ്പോൾ അന്ന് ഒരു മഞ്ജിത്ത് ലാൽ എന്ന് പറഞ്ഞൊരു SI ഉണ്ടായിരുന്നു മീസൻ സ്റ്റേഷനിൽ. പുള്ളി പിടിച്ച് നേരെ എന്നെ സ്റ്റേഷനിലാക്കി. ഞാൻ പിന്നെ പാർട്ടിക്കാർ വിളിച്ച് പറഞ്ഞ് എന്നെ അങ്ങ് ഇറക്കി വിട്ടു. പിന്നെ അടിച്ചൊന്നുമില്ല. ഇപ്പോൾ ഇത്തരം മന്ത്രിമാരുമായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്തപ്പോൾ ഏറ്റവും ശാന്തനായ ഒരു മന്ത്രി ആരായിരുന്നു? അതായത് ദേഷ്യമൊന്നും ഇല്ലാത്ത ഒരു മന്ത്രിയായിട്ട് നാലകത്ത് സൂപ്പിയായിരുന്നോ, ET മുഹമ്മദ് ബഷീറായിരുന്നോ, VM സുധീർ? എല്ലാവരും എൻ്റെ കൂടെ ആ വർക്ക് ചെയ്ത് എല്ലാവരും ശാന്തമായ വർക്ക് ചെയ്തു. പക്ഷെ എന്നോട് ദേഷ്യപ്പെടില്ലായിരുന്നു. ആണോ? അല്ല, മറ്റുള്ളവരോട് പെരുമാറുന്നത് അത് ഞാൻ ദേഷ്യത്തിൽ ദേഷ്യം ഉള്ള ആരായിരുന്നു ഈ ഒരു മന്ത്രി? ദേഷ്യമുള്ള മന്ത്രി കേരള മുഖ്യമന്ത്രിയായിരുന്നു. അത് പിണറായി വിജയൻ. അല്ല, പിണറായി വിജയനോട് വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ഞാൻ വർക്ക് ചെയ്തില്ല. ഞാൻ ചെയ്ത വർക്ക് ചെയ്ത ഞാൻ നിന്ന മന്ത്രിമാരോടൊന്നും എന്നോട് ദേഷ്യമായിട്ട് പെരുമാറിയിട്ടില്ല. ഇല്ല. എന്നോട് എന്നെ കൂടെ നിർത്തിയിട്ടേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ഞാൻ പെരിന്തൽമണ്ണയിൽ പോയി എനിക്ക് സൂഫി സാറിൻ്റെ വീട്ടിൽ എല്ലാം നിൽക്കാം, ET മുഹമ്മദ് ബഷീർ സാറിൻ്റെ കൂടെ പോയി നിൽക്കാം, എല്ലാവരും നിൽക്കാം. VM സുധീരനെ കാണാറുണ്ടോ? ഞാൻ കാണാറുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പാറ്റൂർ വെച്ച് കണ്ടായിരുന്നു. പറയല്ല പുള്ളി. VM സുധീരനോട് എത്ര വർഷം വർക്ക് ചെയ്തു? സുധീരൻ്റെ കൂട്ടത്തിൽ 5 കൊല്ലം. 5 കൊല്ലം. എല്ലാവരോടും 5 കൊല്ലം. യാത്രയിലൊക്കെ വളരെ നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു VM സുധീരൻ. എന്നാ എന്നെ എങ്ങനെ പ്രത്യേകം ഇതിക്കില്ല. ഞാൻ വണ്ടി ഓടിക്കുന്ന പുള്ളിക്ക് നന്നായിട്ട് അറിയാം. അത് എല്ലാ മന്ത്രിമാർക്കും അറിയാം, നല്ല വണ്ടി ഓടിക്കുന്ന ഒരാളാണെന്ന് അറിയാം. ഞാൻ തന്നെ ഇപ്പം നമ്മുടെ പാളയത്ത് തന്നെ അശോക സാറിൻ്റെ വണ്ടി ഓടിക്കും. നമ്മുടെ പാളയ അശോക്, അതായത് വ്യാപാരി വ്യവസായ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് അല്ലേ? അത്രയും സ്പീഡിൽ ഞാൻ ഈ പാളയ അശോക് സാറിന്റെ വണ്ടി താങ്കളാണ് ഓടിക്കുന്നത്? ഓടിക്കും. ബാലുവാണ് ഓടിക്കുന്നത് ആണല്ലേ? എത്ര കാലമായി പുള്ളിയുടെ കൂടെ ഓടിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ പാർട്ടിയുടെ വന്നതല്ലേ. ആണല്ലേ? ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ടാണ് പുള്ളിയൊരിക്കലും വരുന്നത്. എല്ലായിടത്തും അങ്ങനെ. തിരുവനന്തപുരത്ത് എനിക്കറിയപ്പെടുന്നത് നല്ലൊരു ഡ്രൈവർ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് അറിവുള്ളത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഡ്രൈവർ എന്നുള്ള നിലയിൽ ഇത്രയും മന്ത്രിമാരുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് അവസരം ലഭിച്ചത്. അത് ശരിക്കും പറഞ്ഞൊരു ഭാഗ്യമല്ലേ? അതൊരു ഭാഗ്യമാണ്. എൻ്റെ അച്ഛൻ KSRTC ഡ്രൈവറായിരുന്നു, വെഹിക്കിൾ സൂപ്പർവൈസർ. എൻ്റെ അച്ഛനാണ് എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത്. ഞാനത് അങ്ങനെ എൻ്റെ ചേട്ടനൊക്കെ ഉണ്ട്. എൻ്റെ ചേട്ടനും DCC ഓഫീസിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. എല്ലാവർക്കും അതൊക്കെ നന്നായിട്ട് അറിയാം. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ ജില്ലാ ഓഫീസിലൂടെയാണ് നിങ്ങളൊക്കെ വളർന്നത് അല്ലേ? അത്രേ ഉള്ളൂ. അത് മറക്കാൻ പറ്റത്തില്ല. ഒരിക്കലും മറക്കില്ല. മരണം വരെ ഇനി മറക്കില്ല. കോൺഗ്രസ് പാർട്ടി തന്നെ. വേറെ ഏത് പാർട്ടി വരട്ടെ, ഞാൻ മറ്റൊരു പാർട്ടിക്കാരുടെ അടുത്ത് പോകില്ലല്ലോ. ഞാൻ കമ്മ്യൂണിസ്റ്റുകാർ ഞാൻ അവിടെ പോകാറില്ല. അപ്പോൾ അവിടെ പോയതിൻ്റെ അനുഭവം കിട്ടുകയും ചെയ്തു. കിട്ടുകയും ചെയ്തു. എന്നെ അവർ പുറത്താക്കി. ഇനിയിപ്പം ഗവൺമെൻറ് വന്നാൽ അവരെന്നെ എടുത്തോളൂ. VD സതീശൻ, KC വേണുഗോപാൽ, അതുപോലെ രമേശ് ചെന്നിത്തല, ഇവരിൽ ഒരു ഇത്ര നാൾ DCC ആയിട്ടും KCC ഓഫീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിന്ന ആളാണ് ബാലു. അപ്പം നിങ്ങൾക്ക് ഇവരിൽ ആരോടാണ് ഏറ്റവും അധികം താല്പര്യം വ്യക്തിപരമായി? എനിക്ക് ഏറ്റവും കൂടുതൽ ഇവരുടെ 3 പേരോടും താല്പര്യമുണ്ട്. പക്ഷേ 3 പേരും എന്നെ സഹായിക്കാൻ ഏർപ്പെട്ടവരാ. എന്നുവെച്ചാൽ എൻ്റെ കയ്യിൽ രമേശ് ചെന്നിത്തലയുടെ കത്തുമുണ്ട്, VD സതീശൻ്റെ കത്തുമുണ്ട്, ഉമ്മൻചാണ്ടി സാറിൻ്റെ കത്തുമുണ്ട്. KC വേണുഗോപാൽ നടത്താനായിട്ട് ഞാൻ പോയിട്ടില്ല, എനിക്കറിയില്ല. ഇപ്പം കുടുംബത്തെ പറ്റി ഫാമിലിയെ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ്? എനിക്ക് ഫാമിലി ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. വിവാഹം കഴിച്ചിട്ടില്ല. ഫാദറും മദറും ഒക്കെ? അമ്മയൊക്കെ മരിച്ചുപോയി, അച്ഛനും മരിച്ചുപോയി.
കുടുംബ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എവിടെയാ കുടുംബ വീട് ഇപ്പോൾ ഉള്ളത്? നന്തങ്കോട് വയ്യം പറഞ്ഞു. ഓഹോ. അപ്പം ഞാൻ കുടുംബമായിട്ട് ഞാൻ കോൺഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് പോകും. എനിക്കെന്നെ മറ്റൊരു പാർട്ടിക്ക് പോകാൻ കഴിയില്ല. ഞാൻ പോകില്ല, ഇനി പോകില്ല. എനിക്ക് തന്നെ ഇപ്പം 52 വയസ്സ് കഴിഞ്ഞാൽ ഇനി ഒരു പാർട്ടിയിലും പോകത്തില്ല. എന്നെ പലരും വിളിച്ചായിരുന്നു, ഞാൻ അതിലോട്ടൊന്നും പോകാറില്ല. എനിക്ക് എൻ്റെ കോൺഗ്രസ് പാർട്ടി മതി. ഞാൻ അവരെ അത്രയും സ്നേഹിച്ചു പോയ ഒരാളാണ്. അവരാണ് എന്നെ ഇത്രയും കാലം ഈ മന്ത്രിസഭയിൽ ഇരുത്തേണ്ടി വന്നത്. ഈ മന്ത്രിമാരുടെ കൂടെ സഞ്ചരിക്കാനാണ് സാഹചര്യം ഒരുക്കിയത് കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പം ഞാനൊരു വേറൊരു പാർട്ടിയിൽ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, എന്നെ നാളെ എല്ലാവരും തെറി വിളിക്കും. അവർ തന്നതിന് നന്ദിയത് കാണിച്ചെന്ന്. അതുകൊണ്ട് ഞാൻ പോവില്ല. ഇനി മരണം വരെയും കോൺഗ്രസ് പാർട്ടി തന്നെ നിൽക്കും. കോൺഗ്രസ് പാർട്ടി നയിക്കുക തന്നെ ചെയ്യും. കോൺഗ്രസ് പാർട്ടി എവിടെയുണ്ട് അവിടെ ഞാനുണ്ടാവും. അപ്പോൾ ഭരണം വന്നപ്പോൾ 10 വർഷത്തിന് ശേഷം ഭരണം വന്നപ്പോൾ എന്ത് തോന്നി? 10 വർഷം ഭരണം ഇല്ലായിരുന്നല്ലോ. 10 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് ഭരണം കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ കോൺഗ്രസ് വന്നല്ല, ഇനി എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ കോൺഗ്രസ് വന്നാൽ എന്നെ ആരെങ്കിലും എന്തെങ്കിലും മിണ്ടുമോ എന്നോട്? എനിക്കെതിരെ തന്നെ ഇപ്പം തന്നെ പിണറായി വിജയൻ്റെ ഒരു ഗവൺമെൻറ് എൻ്റെ ഓഫീസിലെ ഡയറക്ടറുണ്ട്, എനിക്കൊരു കേസ് കൊടുത്തിട്ടുണ്ട് മ്യൂസിയം ഇവിടെ പോർട്ട് പോലീസ് സ്റ്റേഷനിൽ. ഞാൻ പറഞ്ഞു ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചാൽ അവിടെ വരില്ല എന്ന് എന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാർട്ടിയുടെ ആളാണ്. എൻ്റെ പാർട്ടികളോട് പറയട്ടെ, ഞാൻ എൻ്റെ പാർട്ടിയിൽ ഞാൻ ബഹുമാനിക്കേണ്ടത്. പിണറായി വിജയൻ വിളിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലും. ഞാൻ ആരാ? അയാളൊന്നും മന്ത്രിയല്ലല്ലോ, അയാൾ പാർട്ടിയുടെ ഒരാളുമില്ല. അയാളുടെ ഒരു ഡയറക്ടർ ഇരുന്നിട്ട് അവിടെ പോർട്ട് പോലീസ് സ്റ്റേഷനിലൊരു പരാതി കൊടുത്തിട്ട് എന്നെ അങ്ങോട്ട് വിളിക്കുക. ഞാനെന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഇവിടെ പിണറായി അല്ലല്ലോ ഭരിക്കുന്നത്, ഇവിടെ UDF അല്ലേ ഭരിക്കുന്നത്. UDF മന്ത്രിസഭയല്ല, അവരെയല്ലേ വിളിച്ച് പറയേണ്ടത്. അപ്പോൾ അവിടെയും കുറച്ച് ആൾക്കാർ ഇവിടെ കൂടെ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. എന്തായാലും ഇപ്പോൾ UDF ഭരണം കിട്ടി. ഇനി ഏതെങ്കിലും ഒരു മന്ത്രിയുടെ കൂടെ ഡ്രൈവറായിട്ട് കയറുമോ? അങ്ങനെ വല്ല പ്ലാനോ പദ്ധതി ഉണ്ടോ? എനിക്ക് എൻ്റെ ഓഫീസിൽ നിന്നിട്ട് എൻ്റെ ആ കാര്യങ്ങൾ നോക്കണം. മന്ത്രിയോടെ എനിക്ക് കിട്ടുകയും ചെയ്യാൻ പോകില്ല. ഇനി മന്ത്രിയോടെ ഇനി എത്രയും കാലം ആയില്ല, എത്രയും കാലം വർക്ക് ചെയ്ത ഒരാളാണ്. ഏറ്റവും കൂടുതൽ മന്ത്രിസഭയിൽ എനിക്ക് കിട്ടിയ ഒരു നല്ലൊരു അംഗീകാരമാണ്. അതിന് ഞാൻ എൻ്റെ കടപ്പാട് നിൽക്കും. എനിക്കിനി മന്ത്രിയോടെ ഒന്ന് ഡ്രൈവറായിട്ട് പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ എന്താണ് ബാലുവിൻ്റെ? എൻ്റെ ഓഫീസിൽ എനിക്ക് ആ ജോലി ഇങ്ങ് തിരിച്ചു കിട്ടിയാൽ എനിക്ക് ആ പെൻഷൻ ആവുന്നവരെ 2 വർഷം കൂടെ ഉണ്ട്. ഞാനങ്ങ് പോകും. എങ്ങനെയാണ് ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ഇട വന്നത്? അത് ഈ ഞാൻ പിണറായി വിജയനെ ചീത്ത വിളിച്ചെന്നാണ് പറയുന്നത്. ഏത് സാഹചര്യത്തിൽ? അതന്ന് എൻ്റെ ഈ ജോലിയിൽ നിന്ന് എന്നെ പിരിച്ചുവിട്ട സമയത്ത് ഞാൻ ദേവസ്വം ബോർഡിൽ വെച്ച് ഇങ്ങനെ വണ്ടി തടഞ്ഞു. ഞാൻ കേട്ടത് നീ എന്തിനാ എൻ്റെ ജോലി തടയിച്ചു എന്നിട്ട്. ഉടൻ തന്നെ ആകുമ്പോഴേ ഈ കൺട്രോൾമെൻ്റ് ഒരു CA മഞ്ജിത്തിലാലെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. പുള്ളി അന്ന് മീസി SI ആയിരുന്നു അയാൾ. അയാൾ പറഞ്ഞു നീ മുഖ്യമന്ത്രിയെ ചീത്ത വിളിക്കാറാടാ. ഞാൻ ചോദിച്ചെങ്ങനല്ല, നിങ്ങളെന്ത് രാത്രി നിങ്ങളെന്ത് രാത്രി സ്വർണം കടത്താൻ പോകണമെന്ന് ചോദിച്ചത്. ആ ചോദിച്ചതിൻ്റെ പേരിൽ എൻ്റെ ജോലിയും പോയി. ഏത് ഓഫീസിലായിരുന്നു ജോലിയായിട്ടിരുന്നത്? സീമായിട്ട് അട്ടക്കുളങ്ങര സെൻട്രൽ ഹൈസ്കൂളിനകത്ത്. അവിടെയായിരുന്നു? അവിടെ പെർമനൻറ്റ് ജോലിയായിരുന്നു? പെർമനൻ്റ് അല്ല, അവിടെ സൂപ്പി സാറിൻ്റെ കാലത്താണ് ഈ സ്ഥാപനം തുടങ്ങിയത്. സാർ ഞാൻ ചോദിക്കുന്നതല്ല, ഇവിടെ LDF ഒരു സ്ഥാപനവും തുടങ്ങിയിട്ടില്ല. ഇതെല്ലാം തുടങ്ങിയത് കോൺഗ്രസ്സുകാരുടെ കാലത്താണ്. ഇപ്പം വിഴിഞ്ഞം തുറമുഖം തന്നെ ഇപ്പം പിണറായി വിജയനാണ് തുടങ്ങിയെന്നൊക്കെ കേൾക്കുന്നുണ്ട്. തെറ്റായ നടപടിയല്ലേ? ആ തുടങ്ങിയതാരാ? ഉമ്മൻചാണ്ടി സാറാ. പിണറായി അല്ലല്ലോ തുടങ്ങിയത്. അദ്ദേഹം അത് പറയുന്നത് തെറ്റാണത്. അല്ല, ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് ഈ ജോലിക്ക് പിരിച്ചുവിടാനായിട്ട്, ജോലിക്ക് പിരിച്ചുവിട്ട് കഴിഞ്ഞിട്ടാണല്ലോ പിണറായി വിജയനെ ചീത്ത പറഞ്ഞെന്ന് പറയുന്നത്. അതിനുള്ള തക്കതായ കാരണം എന്താണെന്നാ പറയാം? അയാൾ പറഞ്ഞു കോൺഗ്രസ്സുകാരായിരുന്നു അവിടെ വേണ്ടാന്ന് പറഞ്ഞു. കോൺഗ്രസ്സുകാരെ വേണ്ടാന്നുള്ള രീതിയിലാണ് അവിടെ നിന്ന് പിരിച്ചുവിട്ടത്. അപ്പോൾ അതിന്റെ പേരിൽ പിണറായി വിജയനോട് വണ്ടി തടഞ്ഞു ദേഷ്യപ്പെട്ടു. അതിൻ്റെ പത്രകോപ്പി വരെ എൻ്റെ കയ്യിലുണ്ട്. ഓഹോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ചീത്ത വിളിച്ചെന്നും പറഞ്ഞു പത്രത്തിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്രെഡിറ്റും കൂടി ഉണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചീത്ത വിളിച്ച ആള് അങ്ങനെ ഒരുത്തരും വിളിച്ചിട്ടില്ല. ആദ്യമായിട്ട് വിളിച്ചൊരു വ്യക്തി ഞാനാ. അങ്ങനെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അല്ലേ? എന്നെ തിരിച്ചിറക്കി വിടുകയും ചെയ്തു. തീർച്ചയായിട്ടും തിരിച്ച് ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ. കിട്ടും തീർച്ചയായിട്ടും. എല്ലാം എനിക്ക് തിരിച്ചു കിട്ടും. എന്തായാലും UDF അധികാരത്തിലെത്തിയിരിക്കുകയാണ്. 10 വർഷം വെളിയിലായിരുന്നു. എന്തായാലും UDF അധികാരത്തിൽ എത്തിയിരിക്കുന്നു. പിരിച്ചുവിട്ട ആ ഓഫീസിലേക്ക് തന്നെ ബാലുവിനെ തിരിച്ച് കയറ്റുവാനുള്ള ഒരു മനസ്സ് വരുന്ന ഒരു മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സർക്കാരിനും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അല്ല, പ്രതിപക്ഷ നേതാവിന് കൃത്യമായ ധാരണയുണ്ട്. VD സതീശൻ സാറിന് ഉണ്ട്. അത് ഇപ്പൊ ഇനി വരാൻ പോകുന്ന മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിയോ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
അതിൻ്റെ കോപ്പി വേണമെങ്കിൽ ആ ഞാൻ കോപ്പി ഒന്ന് കാണിക്കാമോ അന്ന് പിണറായി? അപ്പോൾ ഇത്രയും നേരം ഈ നമ്മുടെ എ കെ ഇന്ത്യ മീഡിയയ്ക്ക് വേണ്ടി ഇത്രയും നേരം ഞങ്ങൾക്ക് സമയം ചെലവഴിച്ച ബാലുവിന് ഒത്തിരി നന്ദി പറയുന്നു. ഇങ്ങനെ ഒരാളെ പരിചയപ്പെട്ടാൻ പറ്റിയത് ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും നല്ലൊരു വ്യക്തിത്വത്തെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. എൻ്റെ നന്ദങ്ങോട് മറക്കില്ല ഞാൻ ഒരിക്കലും. അതെനിക്കൊരു വിഷയമുണ്ട്. എന്താണ്? എൻ്റെ നന്ദങ്ങോടിനെ ഭംഗിയായി നോക്കണം എന്നുള്ളത്. പക്ഷേ ഞാൻ നന്ദങ്ങോട് മുക്ക് വഴിയെ വന്നവനാണ്. വേറൊരു മുക്കിലേക്ക് എനിക്ക് പോകാൻ കഴിയില്ല. പലരും എന്നെ വിളിക്കാറുണ്ട്, ഞാൻ അങ്ങോട്ടൊന്നും പോകാറില്ല. നന്ദങ്ങോട് മുക്ക് എനിക്ക് വേണം. നന്ദങ്ങോട് മുക്ക് വന്നാൽ മതി. നമ്മൾ വളർന്നു വന്ന വഴിയാണ്. വളർന്നു വന്ന അവിടെ തന്നെ ഇപ്പം കെ മുരളീധരനും ഉള്ളത്. ആ പ്രദേശം വിട്ടു പോകാൻ താല്പര്യമില്ല. പോവില്ല. ഇവിടെ തന്നെ ഈ ബന്ധത്തിൽ ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ കുടുംബാംഗങ്ങൾ. അപ്പോൾ അതിലൂടെ തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്നു. ഓക്കെ, ഒത്തിരി സന്തോഷം കേട്ടോ.